KR ഗോപികൃഷ്ണൻ കൂടി ചൂരൽമലയിൽ നിന്നും ചേരുകയാണ്. ഗോപികൃഷ്ണനും അതേപോലെ നിങ്ങൾ ഇന്നലെ 7 മണിക്കൊക്കെ ഉള്ള പരിപാടിയിൽ കണ്ടതാണ്. ഇവരൊക്കെ തന്നെ കണ്ണീരുണങ്ങാത്ത വയനാടിൻ്റെ മുറിവിൻ്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുന്ന വാർത്താ ലേഖകരാണ്. ഗോപികൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗോപികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. വളരെ സുപ്രഭാതം എന്ന് പറയാൻ പറ്റാത്ത ജീവിത സാഹചര്യമാണ് ഈ ദുരന്ത മേഖലകളെന്ന് എനിക്കറിയാം. പറയൂ. എസ് കെ പറഞ്ഞതുപോലെ തന്നെ ഈ ദിവസവും ഈ പ്രഭാതവും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വയനാടിൻ്റെ പ്രഭാതങ്ങളൊക്കെ തന്നെ ദുഃഖപൂരിതമാണ്. ഇന്നലെ മേപ്പാടിയിലെ അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, അവിടെ ഒരു കുടുംബത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവരുടെ 3 പേർ ഈ ഒഴുക്കിൽപ്പെട്ട് പോയതാണ്. അവരുടെ ഭർത്താവും 2 സഹോദരങ്ങളും പോയതാണ്. അവരെ രക്ഷപ്പെടുത്തിയെടുത്ത രക്ഷാപ്രവർത്തകൻ അവരുമായി സംസാരിക്കുന്നതിനിടയിലാണ് മറ്റൊരു കുടുംബം എത്തി. അവരുടെ 3 പേർ, അവരുടെ 2 കുട്ടികളടക്കം ഈ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി, ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. മറ്റൊരു കുടുംബം പറയുന്നത് അവിടെ കിട്ടിയ നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ആശ്വസിക്കാം, കാരണം 2 മൃതദേഹമെങ്കിലും കണ്ടെടുക്കാൻ കഴിഞ്ഞല്ലോ എന്നാണ്. അതായത് സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വരുന്ന അവരുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ, ഈ ദുരന്തത്തെ അവർ നേരിട്ട രീതി, അവർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ, ഇതെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ ഈ വയനാട്ടിന് എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്ക് എങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്ന് നമുക്ക് തോന്നും. എസ് കെ, ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് നൽകാൻ പറ്റുന്ന ഒരു വിവരം, ഇവിടെ ഇതുവരെ വളരെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 2-3 ദിവസമായി. അത് തെരച്ചിലിന് വളരെ സഹായകരമായിരുന്നു. പക്ഷേ ഇന്ന് മഴ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ തിരച്ചിലിനെ ഒരുപക്ഷെ ഈ മഴ പ്രതികൂലമായി ബാധിച്ചേക്കാം. നേരത്തെ ചെളി പുരണ്ട് കിടക്കുന്ന ഇടങ്ങളായിരുന്നു ഇവിടെയൊക്കെ. പക്ഷേ അവിടെ ഇപ്പോഴൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ണ് കുറെ കൂടി കട്ടിയാവുകയും അവിടെ കുറച്ചുകൂടി വേഗത്തിൽ ആളുകൾക്ക് ഒരു പ്രദേശത്ത് മറ്റൊരു പ്രദേശത്തേക്ക് നീങ്ങാനുമൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ അവിടെ വീണ്ടും ചെളി നിറയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം മേഖലകളിലേക്ക് പോവുക എന്നത് ഏറെക്കുറെ ദുഷ്കരമായി മാറുന്നു. രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചും ആ മേഖലകളിൽ എത്തുക എന്നത് ഇനി അല്പം പ്രയാസമുള്ള കാര്യമായി മാറുകയാണ്. ഇന്നത്തെ തിരച്ചിലിന്റെ ഒരു പ്രത്യേകത, ഇന്ന് വളരെ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ, അതായത് ഇതുവരെ തിരച്ചിൽ നടത്താത്ത പ്രദേശങ്ങളിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു സവിശേഷത. അതിൽ പ്രധാനമായിട്ടുള്ളത് നമുക്ക് ആ ചാലിയാറിന്റെ കൈവഴികളിലേക്ക്. അതിനിടയിൽ ഞാൻ ചെറിയ കാര്യം ചോദിക്കട്ടെ, അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടോ? ഈ മഴ പെയ്യുകയാണെങ്കിൽ തിരച്ചിലിനെ അത് ബാധിക്കുമോ? എസ് കെ, ഇവിടെ ഇന്ന് രാവിലെ മുതൽ തന്നെ മഴയുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴ മാറി നിൽക്കുകയായിരുന്നു. അത് രക്ഷാദൗത്യത്തിന് വളരെ സഹായകരമായിരുന്നു. നമുക്കറിയാം, ഈ സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനകൾക്കൊക്കെ മഴ ഒരു തടസ്സം തന്നെയാണ്. ഇന്നിപ്പോൾ ഇവിടെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ മഴയുണ്ട്. ഇന്നലെ വരെ വളരെ ഡ്രൈ ആയിരുന്ന ആ മണ്ണൊക്കെ ഇന്ന് വീണ്ടും ചെളിയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വളരെ ദുഷ്കരമായിരിക്കും രക്ഷാപ്രവർത്തകർക്കും സന്നദ്ധ സംഘടനകൾക്കും സന്നദ്ധ പ്രവർത്തകർക്കുമൊക്കെ ഈ മുണ്ടക്കായി അതുപോലെ തന്നെ പുഞ്ചിരിമട്ട മേഖലകളിലേക്ക് പോകാം. കുത്തനെയുള്ള കയറ്റമാണ്. ആ പ്രദേശങ്ങളിൽ ചെളിയില്ല എന്നുള്ളതായിരുന്നു സത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തകർക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നത്. പക്ഷേ ഇന്ന് മാറിയിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ കുറച്ചുകൂടി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്കെൻ ഇന്നലത്തേതുപോലെ തന്നെ അധികം ആളുകളെ ദുരന്ത മേഖലകളിലേക്ക് കടത്തിവിടുന്നില്ല. ബെയിലി പാലത്തിലൂടെ ആളുകൾക്ക് പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 9 മണി വരെയുള്ള സമയങ്ങളിൽ 1500 പേരെയാണ് കടത്തിവിടുക. ബെയിലി പാലത്തിലൂടെ എന്നൊരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ദുരന്ത മേഖലകളിലേക്ക് അനാവശ്യമായി എത്തുന്നവർ അല്ലെങ്കിൽ കാഴ്ച കാണാൻ എത്തുന്നവരെ നിയന്ത്രിക്കുക എന്നത് വളരെ കർശനമായി ഇപ്പോൾ നടപ്പാക്കുന്നുണ്ട്. മാത്രമല്ല, മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഈ തിരച്ചിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണെന്ന് പറയാം. ഇന്നലെ മന്ത്രി രാജൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം ഏറ്റവും ഒടുവിലത്തെ ആളെ കിട്ടുന്നത് വരെ തിരച്ചിൽ തുടരുമെന്നതാണ്. പക്ഷേ എന്തായാലും ഈ കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന ഒരു സമീപനം, സൈന്യം എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യാമെന്നതാണ്. പല ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴും രക്ഷാദൗത്യത്തിന് ഇറങ്ങിയിട്ടുള്ളവരോട് സംസാരിക്കുമ്പോഴും ഒക്കെ പറയുന്നത് ഇനി ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം ഒരുവിധം എല്ലാ മേഖലകളിലും തിരച്ചിൽ നടത്തിക്കഴിഞ്ഞു. 140 അടി 50 അടി ആഴത്തിലൊക്കെ മണ്ണ് വീണ് കിടക്കുന്ന അതിനകത്തൊക്കെ മൃതദേഹങ്ങൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി അത് തിരിച്ചെടുക്കുക, പ്രത്യേകിച്ച് 7-8 ദിവസം കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ തിരിച്ചെടുക്കുക പ്രയാസകരമായിരിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തിരച്ചിൽ അധിക ദിവസങ്ങൾ നീണ്ടുപോകാനുള്ള സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഈ സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി എത്തിയിട്ടുള്ള ആളുകളെ നമുക്ക് കാണാം. അവരിപ്പോൾ കൂട്ടമായി ഇപ്പോൾ ചൂരൽമലയിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് അവരുടെ കോർഡിനേറ്ററെ അവർ കാണും. അവരോടുമായി സംസാരിച്ച ശേഷം അവർ നേരെ അതാത് മേഖലകളിലേക്ക് അവർ പോകും. നിങ്ങൾ ഇപ്പോൾ എറണാകുളം ജില്ല SY സാന്ത്വനം ചൂരൽമലയിലേക്ക് നിങ്ങൾക്ക് ഒരു സ്ഥലം തന്നിട്ടുണ്ടോ, ലൊക്കേഷൻ തന്നിട്ടുണ്ടോ? ഇല്ല, കൃത്യം അവിടെ ചെല്ലുമ്പോൾ നിർദ്ദേശം കിട്ടും. പ്രധാനമായിട്ട് നമുക്ക് ഇനി കിട്ടാനുള്ള ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്
നമ്മൾ ഇറങ്ങണം. ഈ ചൂരൽമലയിൽ അപ്പോൾ ഇനി കാര്യമായിട്ടുള്ള തിരച്ചിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു ഇന്നലെ, കാരണം ആ പ്രദേശങ്ങളിലൊക്കെ ഒരുവിധം എല്ലാ ഭാഗങ്ങളിലും നോക്കിക്കഴിഞ്ഞു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസം ഈ റഡാർ സംവിധാനത്തിൽ ചില പ്രത്യേക പോയിന്റുകളൊക്കെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? അല്ല, പിന്നെ പറഞ്ഞു കേട്ടുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ അവിടെ ഉണ്ട്. SOEസുമായി ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും, സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും നമ്മളിന്ന് അവിടെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ എവിടെയാണ് പോകേണ്ടതെന്നുള്ളത് കോർഡിനേറ്ററാണ് തീരുമാനിക്കുന്നത്. അതെ അതെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ തിരച്ചിലിൻ്റെ ഒരു അനുഭവം എന്താ? അനുഭവം, ഞങ്ങൾ പുതിയ ടീമാണ്, പുതിയ ബാച്ചാണ് പോന്നിരിക്കുന്നത്. പുതിയ ടീമാണ്. ഇന്നലെ രാത്രി പുറപ്പെട്ട ടീമാണ് ഞങ്ങൾ. പുറപ്പെട്ടാണ് ഇന്നലെ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് ഇന്ന് നിങ്ങൾ ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ ഏരിയകൾക്ക് കൃത്യമായിട്ട് സ്റ്റേറ്റ് നിർദ്ദേശം തരുന്ന ആളുകളാണ് അതാത് ദിവസങ്ങളിൽ തെരച്ചിൽ. ഇന്നിപ്പോൾ എറണാകുളം ജില്ലക്കും മറ്റു 2 ജില്ലകൾക്കുമാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ഞങ്ങൾ ആ പ്രദേശത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്ന് ഇറങ്ങി ഞങ്ങളെ പോകാം. കൂട്ടത്തിൽ ആരെങ്കിലും മുൻപ് അവിടെ തിരച്ചിൽ നടത്തിയവരുണ്ടോ? നടത്തുകൾ അവിടെ ഉണ്ട്, മുന്നിലുണ്ട്. അപ്പോൾ അവരിലേക്ക് ഞങ്ങൾ എത്തിപ്പെടാനുള്ള ഇതിലാണ്. അപ്പൊ നിങ്ങളിപ്പോ അങ്ങോട്ട് പോവുകയാണ്, അവിടെ നിങ്ങളുടെ ആളുകൾ ബാക്കിയുള്ളവരുണ്ട്. മറ്റുള്ള ജില്ലകളിൽ നിന്ന് സാന്ത്വന പ്രവർത്തനങ്ങൾ 1000 ചില്ലാനം ആളുകൾ ഓൾറെഡി നമ്മളുടെ ഈ ചൂരൽമലയിലുണ്ട്. പല വകുപ്പുകളായിട്ട് തിരിഞ്ഞിട്ടാണ് അവർ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. എസ് കെ, ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത ഇപ്പോൾ സൈന്യവും അതോടൊപ്പം തന്നെ NDRF, പോലീസ് എന്നിവർക്ക് പുറമെ സന്നദ്ധ സംഘടനകൾ, സ്വയം സന്നദ്ധരായി വോളണ്ടറിലി എത്തുന്ന ആളുകളും ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകിക്കൊണ്ടാണ് തിരച്ചിൽ നടക്കുന്നത്. ഇന്നിപ്പോൾ പ്രധാനമായിട്ട് ഈ തിരച്ചിലിന്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാലിയാറിന്റെ കൈവഴികളിലായിരിക്കും ഇന്ന് തിരച്ചിൽ കേന്ദ്രീകരിക്കപ്പെടുക എന്നതാണ്. അതുപോലെ തന്നെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്തുള്ള സൺറൈസ് വേലി, അവിടെ ആളുകൾക്ക് അധികം എത്തിപ്പെടാൻ കഴിയാത്ത പ്രദേശമാണ്. അവിടേക്ക് ഈ ഹെലികോപ്റ്ററിൽ ഈ രക്ഷാദൗത്യത്തിലെ ആളുകളെ, അംഗങ്ങളെ ഇറക്കി അവിടെ ഒരു തിരച്ചിൽ നടത്തുക എന്നതാണ്. ഒരുപക്ഷെ നമുക്കിതൊരു അവസാനവട്ട ശ്രമം, അതായത് കാണാതായവരെ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ഒരു അവസാനവട്ട ശ്രമമായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന് പറയാം. കാരണം ഇനി മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതകൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ സൈന്യം സ്വാഭാവികമായും തിരച്ചിൽ അധികം നീട്ടിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ചൊരു തീരുമാനം എടുക്കില്ല. അതുകൊണ്ട് അതിനനുസൃതമായിട്ടായിരിക്കും സർക്കാരും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഏതായാലും 182 പേരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നതാണ് ഔദ്യോഗികമായ കണക്ക്. നേരത്തെ SK ചോദിച്ച ഒരു കാര്യം ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതര സംസ്ഥാന തൊഴിലാളികൾ വയനാട്ടിലുള്ളവർ, അവരെ കുറിച്ച് എന്തെല്ലാം വിവരങ്ങൾ കിട്ടുമെന്നുള്ളതാണ്. ഈ കാര്യം ഇന്നലെ മന്ത്രി രാജൻ വാർത്താസമ്മേളനം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഈ കാര്യം മിനിസ്റ്ററോട് ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ ദുരന്തത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരാരൊക്കെയാണ്, അവരുടെ മേൽവിലാസം എന്താണ് എന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അതിന് മസ്റ്ററിംഗ് സംവിധാനത്തിലൂടെ അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും പൂർണ്ണമായും എല്ലാവരുടെയും വിവരങ്ങൾ കിട്ടണമെന്നില്ല. അപ്പോൾ സർക്കാർ ആ കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട്, അത് കാത്തിരിക്കാം. അത്തരം അന്വേഷണങ്ങൾ, ഇവരെക്കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ വരുമ്പോൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം എന്നതാണ്. അതുകൊണ്ട് വ്യക്തമായ ഒരു കണക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ചുമില്ല. സർക്കാർ തന്നെ ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരെ കുറിച്ചും കാണാതായവരെ കുറിച്ചും ഒക്കെയുള്ള കണക്കുകൾ എടുക്കുന്നത് റേഷൻ കാർഡിലെയൊക്കെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ആ തരത്തിൽ ഒന്നും ഇതര സംസ്ഥാന തൊഴിലാളികളെ കൃത്യമായി അവരുടെ എണ്ണം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മന്ത്രി രാജൻ ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ ദുരന്തത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അവരെത്ര പേരുണ്ടായിരുന്നു, ആർക്കൊക്കെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തമായ ചിത്രം ഉണ്ടായിട്ടില്ല. എസ്കിൻ, അപ്പോൾ വീണ്ടും മഴ കനക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള മണിക്കൂറുകളിൽ ഒരുപക്ഷേ ഈ ദൗത്യ സംഘത്തിന്റെ പ്രവർത്തനം കുറച്ചുകൂടി ദുഷ്കരമാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോഴും ഈ റഡാർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനകൾ ഇന്നലത്തെ പരിശോധനയ്ക്ക് ശേഷം പിന്നീട് മറ്റ് പരിശോധനകളൊന്നും ആ മേഖലയിൽ ഉണ്ടായിട്ടില്ല. ചൂരൽമല മേഖലയിൽ ഇനി കാര്യമായി പരിശോധനകൾ നടത്താനുള്ള സാധ്യതകളും കുറവാണ്. എസ് കെ, ഓക്കെ, ഗോപികൃഷ്ണനാണ് ചൂരൽമലയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.